നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലഹരിയാണ്, രാസലഹരി വസ്തുക്കളാണ് എന്നുള്ള കാര്യം, എന്ന യാഥാർത്ഥ്യം. നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം ശക്തമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ ന്യൂസുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുന്നത് ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ നാടും ഓരോ ദിവസവും ഇന്നും പേപ്പറിലും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, വണ്ടംമേട്ടിലും ഒക്കെ ലഹരി ആയിട്ട് യുവജനങ്ങളെ പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ഒരുമിച്ച് മുന്നേറുവാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. എല്ലാ വർഷവും നമ്മളും ഈ ക്യാമ്പയിനിൽ പങ്കാളികളാകുകയാണ്. ഈ വർഷം ജനം ടി.വിയുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ സ്കൂളിലെത്തുകയും നമ്മളോട് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിന് ആതിഥേയത്വം വഹിക്കുന്നതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇത് നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളിത് ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ യുവജനങ്ങൾ ശക്തിയുടെ സ്രോതസ്സാണ്, ഊർജത്തിൻ്റെ ഉറവിടമാണ്, നൈർമല്യത്തിൻ്റെ നിഷ്കളങ്കതയുടെയൊക്കെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നിരാശാജനകമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇന്ന് നമ്മുടെ യുവജനങ്ങളിൽ പലരും ലഹരിയുടെ കരകാണ കയത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം. യൂത്ത് ഈസ് ദ ഗേ ആൻഡ് ദ പ്ലസന്റ് സ്പ്രിംഗ് ഓഫ് നേച്ചർ എന്നാണ് പറയുന്നത്. ജോയസ് റിംഗ് ഇൻ ഇറ്റ്സ് ഡാൻസിങ് ബ്ലഡ് വേർ നേച്ചർ ഇൻവൈറ്റ്സ് വൺ വിത്ത് 1000 സോങ്സ് ഓഫ് ഷെയർ ഇറ്റ്സ് ജനറൽ ഫീസ്റ്റ് എന്നാണ് പറയാം. അപ്പോൾ ഈ യുവജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വലിയൊരു ഉദ്യമത്തിന് സോഷ്യൽ മീഡിയ ആണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ ഈ ഉദ്യമത്തിനായിട്ട് മുന്നോട്ട് ഇറങ്ങുക. ജനം ടി.വിയുടെ ഈ പ്രോഗ്രാം കേരളത്തിലുടനീളം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ആൾക്കാരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് നമുക്ക് ഇവിടെ കിട്ടുന്ന ക്ലാസ്സുകളിൽ നിന്നും നമ്മൾ കടന്നു ചെല്ലുന്ന നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും ഇതിനെതിരെ നമുക്ക് യുദ്ധം ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ജനം ടി.വിയുടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.